പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ആഗോള സഭ മുഴുവനും ഇന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സൂറ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴേ തുടങ്ങിയതാണ്. അത് എളിമയോടുകൂടി നമ്മൾ അംഗീകരിക്കുക. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ പൊതുവെ മുഴങ്ങി നിൽക്കുന്ന ഒരു സ്വരമാണ് പാരമ്പര്യങ്ങൾ പ്രധാനപ്പെട്ടതല്ല, പാരമ്പര്യങ്ങളുടെ പുറകെ പോകരുത്, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുറകെ പോകരുത് എന്നൊക്കെ. പാരമ്പര്യങ്ങൾ വേണോ വേണ്ടയോ, ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈശോയുടെ മാതൃക എന്താണ്, അതും നമ്മൾ മനസ്സിലാക്കണം. ഈശോ പാരമ്പര്യവാദിയാണോ, പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്ന വ്യക്തിയാണോ, അതോ പാരമ്പര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നല്ല പാരമ്പര്യങ്ങളെ സ്വീകരിക്കുകയും തെറ്റായ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവനാണോ ഈശോ? അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ് പാരമ്പര്യം എന്നുള്ളത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ജനതകളുടെ ഇടയിലും ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയിലുണ്ട്, വസ്ത്രധാരണ രീതിയിലുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളിലുണ്ട്. അത് സംസ്കാരമാണ്. ജർമ്മൻകാർക്ക് സംസ്കാരമുണ്ട്, ഇന്ത്യക്കാർക്ക് സംസ്കാരമുണ്ട്, ചൈനക്കാർക്ക് വേറൊരു സംസ്കാരമുണ്ട്, ജപ്പാൻകാർക്ക് വ്യത്യസ്തമായ സംസ്കാരമുണ്ട്. ഈ സംസ്കാരങ്ങളെ ഇല്ലാതാക്കണം, എല്ലാവരും ഒരു സംസ്കാരത്തിലേക്ക് വരണം, സംസ്കാരം പ്രധാനപ്പെട്ടതല്ല എന്നൊക്കെ ആരെങ്കിലും പറയുമോ? ഇന്ത്യക്കാരൻ ഇന്ത്യൻ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഫ്രഞ്ചുകാരനും ജർമ്മൻകാരനും എല്ലാം അവരുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതാണ്. അതുകൊണ്ട് സംസ്കാരങ്ങൾ വേണ്ട, അത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ലൗകികമായ ലോകത്തിൻ്റെതായ നല്ല ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിനും ഒരു സംസ്കാരമുണ്ട്, ഒരു പ്രത്യേക ദേശത്തിനും അതിൻ്റെതായ സംസ്കാരമുണ്ട്. അതിൻ്റെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം, തെറ്റായ കാര്യങ്ങൾ തള്ളിപ്പറയുകയും വേണം. ഈ ലൗകികമായ സംസ്കാരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ആധ്യാത്മിക തലത്തിലേക്കും ദൈവശാസ്ത്ര തലത്തിലേക്കും മതാത്മകതയിലേക്ക് കടന്നു വരുമ്പോൾ അത് പാരമ്പര്യമായിട്ട് തീരുന്നു. പാരമ്പര്യത്തിലൂടെ വിശ്വാസ സത്യങ്ങളെ, വിശ്വാസ രഹസ്യങ്ങളെ സാംസ്കാരികമായി പ്രകടിപ്പിക്കപ്പെടുകയാണ്. പക്ഷെ അവിടെ പ്രാധാന്യം ആ വിശ്വാസത്തിനാണ്. ആ വിശ്വാസത്തെ സാംസ്കാരികമായി പാരമ്പര്യങ്ങളിലൂടെ പകർന്നു നൽകുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ ഭാരതീയ രീതി അനുസരിച്ച് നമസ്കാരം, യൂറോപ്യൻ രീതി അനുസരിച്ച് ഷെയ്ക്ക് ഹാൻഡ് പറയും. ചില സംസ്കാരങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മവയ്ക്കുന്ന, ചുംബനം നൽകുന്ന രീതിയുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ പറയുന്നത് നമസ്കാരം എന്നല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതാണ് പാരമ്പര്യം. മറ്റൊരു സംസ്കാരമാണ്. രണ്ടും വേണം, രണ്ടും ശരിയാണ്. മറ്റൊരു ചെറിയ ഉദാഹരണം, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹം സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയോ പിരിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് വന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഗുഡ് ബൈ എന്ന് പറയും. ആ ഗുഡ് ബൈ എന്ന് പറയുന്നത് സംസ്കാരമാണ്, ലോകത്തിന്റെ സംസ്കാരമാണ് ഗുഡ് ബൈ. പക്ഷേ അതിനൊരു പാരമ്പര്യമുണ്ട്. എന്തായിരുന്നു പാരമ്പര്യം? നഷ്ടപ്പെട്ടു പോയി കിടക്കുകയാണ്. മേ ഗോഡ് ബ്ലസ് യു, എത്രയോ മനോഹരമാണ്.
മേ ഗോഡ് ബ്ലസ് യു എന്നുള്ളത് ആ പാരമ്പര്യം സംസ്കാരമായിട്ട് തീർന്നപ്പോൾ ഗുഡ് ബൈ എന്നായി. ഇതാണ് സംസ്കാരവും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും. ഇവിടെ പാരമ്പര്യങ്ങൾ വേണ്ട എന്ന് എങ്ങനെ പറയും? മാത്രമല്ല, സഭയുടെ ഔദ്യോഗികമായ കാഴ്ചപ്പാടനുസരിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ഡോക്യുമെന്റാണ് ദൈവാവിഷ്കരണം എന്നുള്ളത്, റെവലേഷൻ, വെളിപാടിനെ കുറിച്ചുള്ളത്. അതിൽ ദൈവവചനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദൈവവചനത്തെ കുറിച്ച് പറയുന്നിടത്ത് വ്യക്തമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആഗോള സഭയിൽ ഇവിടെ പഠിപ്പിക്കുക, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും തുല്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തോളം ഉന്നതമാണ് വിശുദ്ധ പാരമ്പര്യം. ആ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് ആദിമ നൂറ്റാണ്ടിലെ ഏകദേശം 6-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടത്തെയാണ്. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ കാഴ്ചപ്പാടനുസരിച്ചും പാരമ്പര്യം വേണം എന്ന് തന്നെയാണ്. പാരമ്പര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വിശ്വാസത്തെ വെറും ബൗദ്ധികവൽക്കരണത്തിലൂടെ മാത്രം പിടിച്ചു നിർത്താമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. വിശ്വാസത്തെ കുടുംബങ്ങളിലൂടെയും കത്തോലിക്ക കുടുംബത്തിന്റെ ഭവനമാകുന്ന ദേവാലയത്തിലൂടെയും ആഘോഷങ്ങളിലൂടെ, ആരാധനക്രമ ആഘോഷങ്ങളിലൂടെ, ആരാധനക്രമ സംസ്കാരത്തിലൂടെ, അതാണല്ലോ പാരമ്പര്യം, തലമുറകളിലേക്ക് പകർന്നു നൽകണം. അല്ലെങ്കിൽ സമൂഹമില്ല, സഭയില്ല. ഇനി ഇക്കാര്യത്തിൽ എന്താണ് ഈശോയുടെ മനോഭാവം? എന്താണ് ഈശോയുടെ ശൈലി? ഈശോ ഒരു പാരമ്പര്യവാദിയാണോ? അതോ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണോ? വിമർശിച്ച വ്യക്തിയാണോ? ഞാൻ പറയും, ഈശോ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിയമങ്ങളെയും പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചവനാണ് ഈശോ മിശിഹ. യഹൂദ പാരമ്പര്യത്തിനനുസരിച്ചാണ് ഈശോ സഭയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. യഹൂദന്മാരുടെ പെസഹ ആചരണത്തോടനുബന്ധിച്ചാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോ പാരമ്പര്യത്തെ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. യഹൂദരുടെ 12 ഗണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈശോ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത്. അതും പാരമ്പര്യമല്ലേ? അതുപോലെ വിവാഹത്തെക്കുറിച്ചുള്ളതായ തടസ്സവാദമുണ്ടായപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല. അതായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്ന നിയമം. നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലമാണ് മോശ പുതിയ നിയമം നൽകിയതെന്ന്. അപ്പോൾ ഈശോ അവിടെ ഒരു പാരമ്പര്യവാദിയാണ്. അതേസമയം ഈശോ പാരമ്പര്യങ്ങളിലെ തെറ്റുകളെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാബത്ത് ദിവസം രോഗശാന്തി നൽകുന്നത് ജോലിയായിട്ട് കരുതിയപ്പോൾ ഈശോ അതിനെ തിരുത്തി കൊടുത്തു. സാബത്ത് ദിവസം മനുഷ്യന് നന്മ ചെയ്യണം. അതെ, അതുകൊണ്ട് ഈശോയുടെ മനോഭാവം എന്താണ്? ഈശോ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സഭയ്ക്ക് ജന്മം നൽകി പരിശുദ്ധ കുർബാനയിലൂടെ. അതേസമയം തെറ്റായ പാരമ്പര്യങ്ങളെ മാറ്റുകയും ചെയ്തു. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. ഈശോയുടെ മനോഭാവവും ചിന്താഗതിയും അനുസരിച്ച്, സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾക്കനുസരിച്ച്, വിശ്വാസത്തിന്റെ പ്രകടനങ്ങളായ പാരമ്പര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കുടുംബത്തിലും സഭയിലും വിശ്വാസത്തെ തലമുറകളിലേക്ക് പകരുന്ന ആ തുറന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് വളരാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.